ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞാൻ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചൂരമീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് കുടുത എന്ന് പറയും ഇവിടെയൊക്കെ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാന്ന് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും ഉപ്പ് ചിലപ്പോൾ കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 10 ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 2 ഇതള് കറിവേപ്പിലയുടെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം നെടുകെ കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 4 കുടംപുളിയാണ്. അത് വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിൽ വെച്ചിട്ട് നമ്മളിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കുതിർത്ത വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കയ്യിൽ വെച്ചിട്ടൊന്നും ഇളക്കിയിട്ട് മിക്സ് ചെയ്താൽ ശരിയാവില്ല. കൈ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ആക്കിയെടുക്കുമ്പോൾ ആ കൂട്ടാൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി നല്ല പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മീൻ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കണ വിധത്തിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇത് മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് വെന്തിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ കൊടപ്പുള്ളിയുടെ പുളിരസമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൽ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കൊടപ്പുള്ളി ഇത് പുളി അധികം അച്ചിങ്ങ് ഒരു കൊടപ്പുള്ളി എടുത്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് പുളി ഇറങ്ങി പിടിക്കും ഇതിലേക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 മുറി നാളികേരത്തിന്റെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല പാലാണ് കേട്ടോ. ഇനി ഇത് ഈ പാല് ചേർത്തതിന് ശേഷം നമ്മൾ ഇത് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആവട്ടെ കറിക്ക്. ഈ കൊടപ്പുള്ളിയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ വെക്കുക വെച്ചാൽ രാത്രിയിലേക്കാണ് ഇത് നല്ല ടേസ്റ്റ് ആവുക. അതുകൊണ്ട് തലേ ദിവസം വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല രസമാട്ടോ അത് കഴിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ കറി ഇതാ കണ്ടോ നന്നായിട്ട് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് പാകത്തിനായിട്ട് ഒരിക്കലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. കുറച്ച് കട്ടിയാവുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. കാരണം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ചട്ടിയിൽ ഇരുന്നിട്ട് ഈ കറി കുറുകി വരും കേട്ടോ. ഇനി ഞാനിതൊന്ന് കാച്ചിയെടുക്കാൻ പോവാണ്. കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ഞാൻ കാച്ചിയെടുക്കാൻ പോണത് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ മൊരിയിച്ച് എടുക്കുക. ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് എടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് അവസാന നിമിഷത്തിൽ മാത്രമേ വേപ്പില ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ പച്ച കളർ മാറി വരും. നമുക്ക് പച്ച കളറിൽ തന്നെ കറിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. പിന്നെ കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ മീൻ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. നല്ല എന്താ പറയാ മഞ്ഞ കളർ മാറി ഒരു നല്ല ചുവന്ന കളർ നമ്മുടെ കറിക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കൊടപ്പുളി ഇട്ട് വറ്റിച്ച നല്ല ചൂരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ തലേ ദിവസമൊക്കെ വെച്ച് വെക്കുക വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കൊടപ്പുളി ഇട്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.